ഈ ഓരോ തെരഞ്ഞെടുപ്പിലും എത്തുമ്പോൾ ഏവരുടെയും ചോദ്യം ബി ജെ പി എന്ത് നേടും? ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാവരുടെയും ഒരു ചോദ്യമായിരുന്നു, ഏതെങ്കിലും മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കുമോ, കോർപ്പറേഷൻ പിടിച്ചെടുക്കുമോ, ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുമോ, മറ്റേത് മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെന്നുള്ള ചോദ്യമില്ല. അതിനപ്പുറമായിട്ട് ചോദിക്കുന്നത് ബി ജെ പി എന്ത് നേടും? ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഈ ചോദ്യമാണ് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏവരും ഉന്നയിക്കുന്നത്. ബി ജെ പി എത്ര നേടും എന്നുള്ളതാണ്. ബി ജെ പിയുടെ കണക്കനുസരിച്ച് 38 മണ്ഡലങ്ങൾ വരെ വലിയ മുന്നേറ്റമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉണ്ടെന്ന് പറയുകയല്ല, കൃത്യമായ കണക്കുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴാണ് 38 മണ്ഡലങ്ങൾ നിൽക്കുന്നത്. ശരിയാണ്, അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ വോട്ടായി മാറുമ്പോൾ അതിൻ്റെ ഗണ്യമായ പങ്ക് ആര് വഹിക്കും എന്ന് ചോദിച്ചാൽ യു ഡി എഫിനേക്കാൾ കൂടുതലായിട്ട് അത് നേടാൻ പോകുന്നത് ബി ജെ പിക്കാണ്. പക്ഷെ വിജയം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് അത് സുരേഷ് ഗോപിയുടെ ഒരു വിജയം കൂടിയാണ്. സുരേഷ് ഗോപി സിനിമാക്കാരനാണ്, സ്ത്രീകളുടെ വോട്ടുണ്ട്, പിന്നെ യുവാക്കളുടെ വോട്ടുണ്ട്, അതുപോലെ തന്നെ പ്രായമേറിയവരുടെ വോട്ട്, അതൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് ശശി തരൂര്, സ്ത്രീജനങ്ങളുടെ വോട്ടില്ലേ, അക്കാദമിക് നിലവാരമുള്ളവരുടെ വോട്ട്, ഇതൊക്കെ കൊണ്ടാണ് ശശി തരൂര് വിജയിച്ചത്, അല്ലാതെ കോൺഗ്രസിന്റെ മഹത്വം കൊണ്ടൊന്നും അല്ല. പിന്നെ NDA മുന്നണി കേരളത്തില് പ്രധാനപ്പെട്ട 2 മുന്നണികളെ എതിരിടാൻ വേണ്ടി നിൽക്കുകയാണ്. UDF ആണ് പ്രധാന പ്രതിയോഗികളെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ 2 പേരുടെ ഇടയിലാണ് നിൽക്കുന്നത്. ഘടകകക്ഷികളുണ്ട്. BDJS ആണ് പ്രധാനപ്പെട്ട ഘടകകക്ഷി. പിന്നെ ഇപ്പോൾ സമീപ സമയത്ത് വന്ന സാവു ജേക്കബിന്റെ 2020, കാമരാജ് കോൺഗ്രസ്, താമരാക്ഷൻ വിഭാഗത്തിന്റെ JSS, ചിരാഗ് പാസ്വാന്റെ പാർട്ടി. അപ്പൊ ഇങ്ങനെ കുറെ പേരുള്ള ഘടകകക്ഷികളെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന BJP നയിക്കുന്ന NDA മുന്നണി. അപ്പോൾ എവിടെയൊക്കെ ഇടം പിടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില മണ്ഡലങ്ങളിൽ അതിശക്തമായ മുന്നേറ്റം ഉണ്ടാകും, 2ാം സ്ഥാനത്ത് എത്തും, മുന്നണികളെ വിറപ്പിക്കും, ത്രികോണ മത്സരം ഉണ്ടാകും എന്നുള്ളത് കൃത്യമായി പറയാൻ പറ്റും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ അവരുടെ പ്രധാനപ്പെട്ട നോട്ടം എന്ന് പറയുന്നത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം. തിരുവനന്തപുരം സെൻട്രൽ പിന്നെ അത്ര പ്രതീക്ഷ വെച്ച് പുലർത്തുന്നില്ല. പക്ഷെ അവിടെ മത്സരം ശക്തമായിരിക്കും. കാരണം ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗം ഉള്ള ഇടമാണ് തിരുവനന്തപുരം സെൻട്രല്, തീരദേശ മേഖല. അവിടെ നിന്നാണ് ശശി തരൂരിന് കൂടുതൽ വോട്ടും കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആറ്റിങ്ങല്, ചിറയിൻകീഴ്, കാട്ടാക്കട, ഈ മണ്ഡലങ്ങളും ഒക്കെ BJP അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതാണ്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ കൊല്ലത്ത് ചാത്തന്നൂരാണ് എടുത്തു പറയാവുന്നത്. ചാത്തന്നൂരിൽ വിജയം വരെ ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്തെങ്കിലും അട്ടിമറി വിജയം ഒരുപക്ഷെ അവിടെ ഉണ്ടായാൽ അത് BJPക്ക് അനുകൂലമായിട്ട് മാറുമെന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായിട്ട് 2 മണ്ഡലങ്ങളാണ് അവർ ഉന്നം വയ്ക്കുന്നത്. ഒന്ന് കോന്നി എന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് നിന്ന് കഴിഞ്ഞാൽ അത് ഇത്തിരി പ്രയാസമാകും. അടൂർ പ്രകാശിന് കോന്നിയിൽ വലിയ സ്വാധീനമുണ്ട്. പക്ഷേ MP-മാരും മത്സരിക്കുന്നില്ല എന്നുള്ള സ്ഥിതിക്ക് അടൂർ പ്രകാശ് വരില്ല എന്നും കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നെ LDFനെ തോൽപ്പിക്കുക എന്നുള്ളതും ഒരു ക്ലേശകരമായിട്ടുള്ള കാര്യമാണ് കോന്നിയിൽ. അപ്പൊ കോന്നിയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരമൊക്കെ അരങ്ങേറിയ ഇടം കൂടിയാണ്. വീണ ജോർജിന് എതിരായിട്ടൊരു വലിയ നീക്കവും നിൽക്കുന്നുണ്ട്.
ഇതൊക്കെ BJPക്ക് അനുകൂലമായി മാറും എന്നുള്ള കണക്കുകൂട്ടലും ഉണ്ട്. കുമ്മനം രാജശേഖരനാണ് അവിടെ മത്സരിക്കുക എന്ന് അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ ആലപ്പുഴയിലേക്ക് പോയാൽ, ആലപ്പുഴ ജില്ലയാണ്, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലാണ് ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. 3 ലക്ഷം വോട്ട് നേടിയ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ ഇപ്പൊ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ ഇവർക്ക് പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റമാണ്. അതുപോലെ തന്നെ കായംകുളം, അമ്പലപ്പുഴയും ഇവിടൊക്കെ വിജയം ഉണ്ടാകും എന്ന് പറയുന്നില്ല, പക്ഷെ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കും എന്നുള്ളതാണ്. പിന്നെ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി അതികഠിനമായിട്ടുള്ള പ്രവർത്തന രീതിയും ഒക്കെയായിട്ട് മുമ്പോട്ട് പോയാൽ അതൊരു പക്ഷേ വിജയത്തിലേക്കും കടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ചെങ്ങന്നൂരും കായംകുളവും അമ്പലപ്പുഴയും എന്നുള്ളതാണ്. ഇനി നമ്മൾ കോട്ടയത്തേക്ക് വന്നാൽ, കോട്ടയത്ത് അവർക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ക്രൈസ്തവ മുഖം ഷോൺ ജോർജിനെ ഇറക്കിക്കൊണ്ട് ഇപ്പൊ 2016 ഈരാറ്റുപേട്ടയിലെ ഇദ്ദേഹം നമ്മുടെ പൂഞ്ഞാറിൽ മത്സരിച്ചു. PC ജോർജിന്റെ വിജയം എന്ന് പറയുന്നത് അതൊരു PC ജോർജിന്റെ വിജയമായിരുന്നുള്ളതാണ്. പിന്നീട് കളി മാറി എന്നുള്ളതാണ്. 2021 വരുമ്പോൾ അവിടെ മുസ്ലിം വിഭാഗം ഒക്കെ തിരിയുകയും ചെയ്തു എന്നുള്ളതാണ്. ഷോൺ ജോർജ് പൂഞ്ഞാറിലോ അല്ലെങ്കിൽ പാലയിലോ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. ക്രൈസ്തവ വോട്ട് കുറേയധികം നേടിയെടുക്കാൻ കഴിയും, പക്ഷെ എത്രത്തോളം വിജയത്തിലേക്ക് പോകുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇനി അടുത്ത എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ, എറണാകുളം ജില്ലയില് ഇവർക്ക് തൃപ്പൂണിത്തറയിലെ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തിട്ടുണ്ട്. BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാണ്. അതുപോലെ മുമ്പ് തുറവൂർ വിശംബരൻ അവിടെ മത്സരിച്ച സമയത്ത് BJPയുടെ നല്ല വോട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ കുന്നത്തുനാട്ടിൽ ഇപ്പോൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കുന്നത്തുനാട് സാബു ജേക്കബിന്റെ 2020 ചേർന്ന് നിൽക്കുന്നുണ്ട്. ക്രൈസ്തവ മേഖലയാണ്, ഓർക്കണം. അപ്പൊ ആ സാബു ജേക്കബിന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ പറഞ്ഞ മണ്ഡലങ്ങളൊക്കെ തന്നെ 2ാം സ്ഥാനത്തേക്കാണ് കയറി വരാൻ പോകുന്നത്. പിന്നെ വലിയ പ്രയത്നവും മികച്ച സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും ഉണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ വിജയസാധ്യതയ്ക്ക് വരെ പോകാം. പറവൂര്, എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂര് BD സതീശന്റെ മണ്ഡലം, അവിടെ BDJSന് വലിയ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണത്. അവിടെ വലിയ വോട്ട് നേടിയെടുക്കാനായിട്ട് കഴിയും. പിന്നീട് വരുന്നത് തൃശ്ശൂരാണ്. തിരുവനന്തപുരം പോലെ തന്നെ BJP നോട്ടമിട്ടിരിക്കുന്ന ഒന്നാണ് തൃശ്ശൂര്. തൃശ്ശൂരിലെ BJPക്ക് ഒരു വലിയ ശക്തി തെളിയിക്കാൻ കഴിയുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ചാലക്കുടി, കൊടുങ്ങല്ലൂര്, കയ്പമംഗലം, ഇരിങ്ങാലക്കുട, തൃശ്ശൂര്, ഒല്ലൂര്, ഇവിടൊക്കെ BJP ശക്തി തെളിയിക്കും. ഏതെങ്കിലും കാരണവശാൽ വിജയിച്ചു കയറി വരാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല. പിന്നീട് നമ്മൾ വന്നു കഴിഞ്ഞാൽ പാലക്കാട് ടൗണുമുണ്ട്, മലമ്പുഴയും ഇവർക്ക് 2ാം സ്ഥാനം ഉറപ്പാണ്. അത് മാറ്റമില്ലാത്ത കാര്യമാണ്. 2021 ഷാഫി പറമ്പിലും ശ്രീധരനുമായിട്ടുണ്ടായ മത്സരം, ശ്രീധരൻ വിജയസാധ്യത വരെ കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലെ കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ ബേപ്പൂരും കോഴിക്കോട് സൗത്തും ഇവർക്ക് വലിയ ഒരു സാന്നിധ്യമുണ്ട്, മുന്നേറ്റം കുറിക്കുകയും ചെയ്യും. വയനാട്ടിൽ അങ്ങോട്ടേക്ക് വലിയ രക്ഷയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണ്ണൂരും, ഇതൊക്കെ പിടികിട്ടാത്ത ജില്ലകൾ തന്നെയാണ്. പിന്നീട് നമുക്ക് വന്നു കഴിഞ്ഞാൽ കാസർഗോഡില് മഞ്ചേശ്വരത്തിനാണ് ജയസാധ്യതയുള്ളത്. അവിടെ കെ സുരേന്ദ്രൻ ഏതാണ്ട് 100-ൽ താഴെയുള്ള വോട്ടിനാണല്ലോ പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ BJPക്ക് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം BJP ഇത്തരത്തിലുള്ള ചില മണ്ഡലങ്ങളിൽ നമുക്ക് വിജയ ഉറപ്പ് പറയാൻ കഴിയത്തില്ല, പക്ഷെ 2ാം സ്ഥാനത്തേക്ക് വരും. സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ടും പ്രവർത്തന രീതി കൊണ്ടും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കൊണ്ടും ഒക്കെ ഒരുപക്ഷെ വിജയസാധ്യതയിലേക്ക് കടക്കാവുന്ന ഇടങ്ങളുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.